ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഇതുപോലെ മഞ്ഞൊന്നുമില്ല, ചില ദിവസങ്ങളിൽ നല്ല മഞ്ഞുണ്ടാവും. മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. ഇപ്പോൾ കാപ്പിയും പൂത്തിട്ടുള്ളതുകൊണ്ട് നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൂടുപാത്രമില്ലേ, ആ ചൂടുപാത്രത്തിൽ തിളപ്പിച്ച് ഒഴിക്കാം. കിറ്റില് ഒഴിക്കാം. ആ വലിയ അലുമിനിയം ഒറ്റ അലുമിനിയം പോരെ, മതിയാവും. എന്താക്കുന്ന എന്നെ എടുക്കുക എന്നൊക്കെ പറയാ. കഴിഞ്ഞ ദിവസം അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മച്ചി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശകലം വീഡിയോ എടുത്തതാ. അമ്മച്ചി ശരിക്കും വയനാടൻ ഭാഷ കേട്ടോ സംസാരിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ കുറച്ച് മത്തൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അരിയും പിന്നെ മല്ലിയും കൂടെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന. ഇതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വറക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ഫ്ലെയിമിൽ ആദ്യം വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. അരി പൊട്ടി തുടങ്ങുമല്ലോ, ആ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ, മൂത്താലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ പച്ചച്ചൊവ ഉണ്ടാവും. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങായും 2 അല്ലി വെളുത്തുള്ളി, 1 നുള്ള് ജീരകം, നേരത്തെ വറുത്ത് വെച്ച അരിയും മല്ലിയും, പിന്നെ വറ്റൽമുളക് കേട്ടോ. ഇതിന് വറ്റൽമുളകാണ് വേണ്ടത്. പച്ചമുളകും കാന്താരിയും ഒന്നും അരച്ചാൽ ടേസ്റ്റ് ആവത്തില്ല, വറ്റൽമുളക് വേണേ. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് അരച്ച് വെച്ചു. ആദ്യമേ അരപ്പങ്ങ് അരച്ച് വെച്ചു, എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അരപ്പൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് കഷ്ണമൊക്കെ മുറിച്ചെടുത്തത്. മത്തൻ നാടൻ മത്തൻ ആയതുകൊണ്ട് തോലോടുകൂടി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. പിന്നെ ചെറിയുള്ളി, തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി പുളിക്ക് വേണ്ടത്രയും കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. വേറെ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല, തക്കാളിയുടെ പുളിയാട്ടോ ഈ കറിക്ക് ഉണ്ടാവുന്നത്. മത്തങ്ങ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്താണ് വേവിച്ചത്. എന്നിട്ട് കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുത്തു. എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കണ്ട. പിന്നെ അരപ്പ് ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ആയി പോകരുത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ കറിക്കൊക്കെ കടുക് വറുത്ത് ഒഴിക്കുന്ന പോലെ തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ, ചെറിയുള്ളിയൊക്കെ കൂടെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോഴി വളർത്തലിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും കോഴിയെ വളർത്താൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്കിവിടെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി കോഴിയൊന്നും വളർത്താൻ പറ്റത്തില്ല. 15ഓ 20ഓ അതിൽ കൂടുതലൊന്നും വളർത്താൻ പറ്റത്തില്ല. ഇഷ്ടമാണ്, പക്ഷേ വളർത്താനുള്ള സാഹചര്യമില്ല. അപ്പോൾ കോഴിയെ ഒത്തിരിയൊക്കെ ഇട്ട് വളർത്താൻ സൗകര്യവും സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് തന്നെയാണ് കേട്ടോ കോഴി വളർത്തൽ. കോഴിയെ വളർത്താൻ സ്ഥലവും സൗകര്യം ഇല്ലാത്തവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാറ്ററിങ്, ട്യൂഷൻ, തയ്യൽ, പിന്നെ അങ്ങനെ വീട്ടിലിരുന്ന് പാക്കിങ്, അങ്ങനെ ഒരുപാട് ജോലികളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ബേക്കിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ പോത്ത് വളർത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് അത് പെട്ടെന്ന് വളരുകയും ചെയ്യും. വലുതായി കഴിഞ്ഞ് ഇറച്ചിയുടെ പരുവത്തിലൊക്കെ ആകുമ്പോൾ വിൽക്കുമ്പോൾ നല്ല പൈസ കിട്ടുകയും ചെയ്യും. കോഴി വളർത്തി പരിചയമില്ലെങ്കിൽ ആദ്യം ഒരു 5 കോഴിയെ മേടിച്ച് വളർത്തി നോക്കണം. അന്നേരം നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ കോഴിയെക്കുറിച്ച് കുറേ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ കോഴികളെ മേടിക്കാം, വളർത്താം. പിന്നെ മുട്ടയ്ക്കും കോഴിയിറച്ചിക്കും ഒക്കെ നല്ല ഡിമാൻഡാണ്. ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് വരും. ഇവിടെയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ അന്വേഷിച്ചൊക്കെ വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഒത്തിരി കോഴി ഇല്ലാത്തത് കൊണ്ട് മുട്ടയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒന്നും കൊടുക്കാനില്ല. നമുക്ക് അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് അങ്ങനെ വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ വളർത്താനൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ അന്വേഷിച്ച് വരും. ഇപ്പോൾ പുറമേ നിന്ന് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ മുട്ടയൊക്കെ വീടുകളിൽ നിന്നാണ് ആൾക്കാർ കൂടുതലും മേടിക്കുന്നത്. കോഴിക്കാഷ്ടത്തിൻ്റെ മണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് റൈഡർ കിട്ടും. അത് 1/2 ലിറ്റർ വെള്ളത്തിൽ ഒരു 50 ഗ്രാം മിക്സ് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അറക്കപ്പൊടിയും കുമ്മായവും കൂടെ ആഴ്ചയിൽ 1, വേനൽക്കാലത്തൊക്കെ ആഴ്ചയിൽ 1 മിക്സ് ആക്കിയിട്ട് കോഴിക്കൂടിൻ്റെ അടിവശത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി. മഴക്കാലത്താണെങ്കിൽ 2 3 ദിവസം ഇടവിട്ടിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കോഴിക്കൂട്ടിൽ വെള്ളം വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം വീഴുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ 1 കോഴിക്കൂടിൻ്റെ അടിവശം ക്ലീൻ ആക്കി കൊടുക്കണം. പിന്നെ കോഴികൾക്ക് പച്ചിലകൾ എന്തെങ്കിലുമൊക്കെ നിർബന്ധമായിട്ടും എന്നും കൊടുക്കണം കേട്ടോ. കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കുറേ മരുന്നുകളൊക്കെ കൊടുക്കും. അതല്ലാതെ തന്നെ എന്തെങ്കിലും അസുഖമായിട്ട് കോഴികൾക്ക് വയ്യാതൊക്കെ നിൽക്കുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ പോയിട്ട് മൃഗാശുപത്രിയിൽ നിന്ന് കാര്യം പറഞ്ഞ് മരുന്ന് മേടിച്ചിട്ട് കൂടെ ഉള്ളവർക്കും കൂടെ കൊടുക്കണം. ആ വയ്യാത്ത കോഴിക്ക് മാത്രമല്ല, കൂടെ ഉള്ളവർക്കും കൊടുക്കണം. ഇവിടെയൊക്കെ മൃഗാശുപത്രിയിൽ കൂടെയുള്ള കോഴികൾക്കും കൂടെ കൊടുക്കാൻ പറഞ്ഞ് അവർ തന്നെ മരുന്ന് നമുക്ക് തരും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ കോഴിയെ വളർത്തുമ്പോൾ കരിങ്കോഴിയും പൂവനെയും മുട്ടക്കോഴിയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വേണം വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വിൽക്കുമ്പോൾ നല്ലൊരു പൈസ കിട്ടും.
കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് സാധാരണ കോഴിമുട്ടയേക്കാളും വിലയുണ്ട്. അതുപോലെ തന്നെ കരിങ്കോഴിയുടെ ഇറച്ചിക്കും വില കൂടുതലാണ് കേട്ടോ സാധാരണ കോഴിയേക്കാളും. ഇവിടെ കോഴിയെ ജോഡിയായിട്ട് കൊടുക്കും, കരിങ്കോഴിയെ പൂവനെയും പെടയും കൂടെ കൂട്ടിയിട്ട്. പൂവൻ കോഴിയെയും ഇങ്ങനെ കരിങ്കോഴി കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് വളർത്തിയിട്ട് അവരെ ജോഡിയായിട്ട് വിൽക്കും. പിന്നെ പൂവനെ ഇറച്ചിക്ക് ആവശ്യത്തിനായിട്ടും വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാടൻ കോഴിയും ഗ്രാമശ്രീ കോഴിയും രണ്ടും ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഒരു കുഞ്ഞ് ചീനച്ചട്ടിയും കുഞ്ഞൊരു അരിപ്പപാത്രമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞിട്ട് രാത്രിയിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കി കുറച്ച് ചിക്കൻ കറിയൊക്കെ വെച്ചു. വീട്ടിലിരുന്നുള്ള ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ടാവും. പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കാം. ആ കൂടെ നമ്മുടെ ചെറിയൊരു ബിസിനസ്സും കൂടെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. വേനൽക്കാലത്ത് മുട്ടയിടൽ കുറച്ച് കുറവായിരിക്കും കോഴികളൊക്കെ. പിന്നെ നമ്മൾ കടകളിലൊക്കെ മുട്ട കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൈസ നമുക്ക് ഒന്നിച്ച് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കതൊരു കാര്യത്തിൽ എത്തിക്കാൻ പറ്റും. ഒത്തിരി കോഴിയും ഒത്തിരി മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ കിട്ടുമല്ലോ. ഇവിടെ പിന്നെ വീടുകളിലാണ് മുട്ട കൊടുക്കുന്നത്. വീടുകളിൽ കൊടുക്കുമ്പോൾ 12 രൂപ കിട്ടുമല്ലോ, കടകളിൽ കൊടുക്കുമ്പോൾ 10 കിട്ടത്തുള്ളൂ. പിന്നെ കോഴിയിറച്ചി, കോഴിമുട്ട, കോഴിക്കാഷ്ടം എല്ലാം നമുക്ക് വിൽക്കാൻ പറ്റുന്നതാണല്ലോ. ചില പൂവൻ കോഴി കുഞ്ഞുങ്ങൾ കുഞ്ഞിലെ ഒന്നിച്ചിട്ട് വളർത്തിയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ചിലത് തമ്മിൽ കൊത്തും. അങ്ങനെ തമ്മിൽ കൊത്തുന്നുണ്ടെങ്കിൽ വേറെ വേറെ ഇട്ട് വേണം വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ പെടക്കോഴികൾ ഒരു കോഴിയുടെ പുറത്ത് മറ്റേ കോഴി കൊത്തുകയൊക്കെ ചെയ്യാറില്ലേ, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാനിട്ട് കൊടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. തിന്നാനിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ചൗച്ചമൊക്കെ മുഴുവനോടെ അങ്ങ് ഇട്ട് കൊടുക്കും. അത് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കൊത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ബീട്രൂട്ടൊക്കെ പച്ചക്കറി കടയിൽ നിന്ന് പഴയതൊക്കെ മേടിച്ചുകൊണ്ട് വാടിയതൊക്കെ വന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ മുഴുവനോടെ അങ്ങിട്ട് കൊടുക്കും. അരിയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വത്തക്കയുടെ തൊണ്ട്, കേടായ പഴം, പിന്നെ പേരയ്ക്ക, പപ്പായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുഴുവനോടെ മുറിക്കാതെ അങ്ങിട്ട് കൊടുക്കും. പപ്പായയൊക്കെ 2 കഷ്ണമായിട്ട് ഒന്ന് പൊളന്നിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിയെ വളർത്തുമ്പോൾ പട്ടി പിടിച്ചും കീരി പിടിച്ചും അസുഖം വന്നുമൊക്കെ കോഴികൾ ചത്തുപോകും. അസുഖം വന്നാൽ തുടക്കത്തിൽ തന്നെ മരുന്ന് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും വലിയ പ്രശ്നം കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ. ഇവിടെ വല്ലപ്പോഴും ഒക്കെ കോഴികളെ അഴിച്ചു വിടുമായിരുന്നു പണ്ടൊക്കെ. ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാനും പിന്നെ മിറ്റം അടിക്കാനും ഒക്കെ വൈകുന്നേരം ഇറങ്ങുമ്പോൾ അന്നേരം ഒരു കോഴിയെ പട്ടി പിടിച്ചു. അതിനുശേഷം പിന്നെ കോഴികളെ ഒന്നും അഴിച്ചു വിടാറില്ല, കൂട്ടിൽ തന്നെ ഇട്ടാട്ടോ വളർത്തുന്നത്. പിന്നെ കോഴിക്കൂടിൻ്റെ പരിസരത്ത് പാമ്പ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പാൽക്കായവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചോറ്, പച്ചരി അതൊന്നും അധികം കൊടുക്കാതിരിക്കാം. കുറച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ, അതൊന്നും അധികം കൊടുക്കരുതെന്ന്. നമ്മൾ പറയല്ലേ നെയ്യ് മുറ്റിപ്പോവുക എന്ന്, അങ്ങനെ ആവുന്നത് കൊണ്ടാണ് അതൊന്നും അധികം കൊടുക്കണ്ടെന്ന് പറയുന്നത്. എന്നും കുടിക്കാനുള്ള വെള്ളത്തിൽ വൈറ്റമിൻ സിറപ്പ് കലക്കി കൊടുക്കണം കുറഞ്ഞ അളവിൽ. പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ കോഴിയെ നോക്കണം, കൊടുക്കുന്ന ഭക്ഷണവും സാധനങ്ങളും എല്ലാം. അന്നേരം തന്നെ കുറേ അസുഖങ്ങളൊക്കെ കുറയും. കോഴി വളർത്തുമ്പോൾ നമുക്കൊരു ഉത്സാഹവും ഇഷ്ടവും പിന്നെ കുറച്ച് ക്ഷമയൊക്കെ വേണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ കോഴിയെ വളർത്തുന്നത് കണ്ട് നമുക്ക് കുറച്ച് കോഴിയെ മേടിച്ച് വളർത്താം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കോഴിക്കൂട് വെക്കുമ്പോൾ കല്ലൊക്കെ വെച്ച് കോഴിക്കൂട് കുറച്ച് പൊക്കത്തിൽ വെക്കണം, അല്ലെങ്കിൽ പട്ടിയൊക്കെ വന്ന് കോഴിയുടെ കാല് കടിക്കും. പട്ടിക്കൊന്നും എത്താത്തതുപോലെ കുറച്ച് പൊക്കത്തിലാക്കി വേണം വെക്കാൻ. കോഴിക്കൂട് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ നെറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചേട്ടായി ഒരു നെറ്റൊക്കെ അടിച്ചതാണ് കാക്ക മുട്ട എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കോഴിക്ക് ഇവിടെ ലെയർ മാഷ് മേടിക്കുന്നുണ്ടെങ്കിലും അത് കുറഞ്ഞ അളവിലേ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ചോളം, ഗോതമ്പ്, അരി, പിന്നെ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി എന്തൊക്കെയാണോ അന്ന് ആ സമയത്ത് കിട്ടുന്നത് അതൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. പിന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും അരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ തമ്മി കൊത്തുകൂടാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളല്ലാതെ കുറച്ച് വള്ളിപ്പുല്ലുണ്ടല്ലോ, ആ പുല്ലിങ്ങനെ അരിയാതെ വെറുതെ ഇട്ട് കൊടുക്കും. അതൊക്കെ ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടൊക്കെ കുറേ സമയം അങ്ങ് നിൽക്കും. രാവിലെ ചീര തോരൻ വെച്ചായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് അഴുക്കായിട്ടുള്ള ഇലയും പിന്നെ മണ്ണ് പറ്റിയിട്ടുള്ള ഇലയൊക്കെ ഞാൻ കോഴിക്ക് അരിഞ്ഞു കൊടുക്കുവാണേ. കോഴിക്ക് ആര്യവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും മഞ്ഞളും കൂടെ അരച്ച് കൊടുക്കുന്നത് പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. പിന്നെ വെള്ളത്തിൽ മഞ്ഞൾ പൊടി കലക്കി കൊടുക്കാം. പിന്നെ പനി പോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് പാരസിറ്റമോളിൻ്റെ സിറപ്പുണ്ടല്ലോ, അത് ഒരു ഫില്ലർ വായിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ, ഇവിടെയൊക്കെ കോഴിക്ക് ചെയ്യുന്നത്. രാവിലെ നല്ല ചൂട് കുതിച്ച് വരുന്ന സമയത്ത് എല്ലാം കിടക്ക് വരുന്ന നല്ലൊരു കോഴിയുടെ വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പപ്പായയുടെ ഇല കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ മുട്ടയിടുന്ന കോഴികൾക്ക് ലെയർ മാഷാട്ടോ കൊടുക്കുന്നത്.
നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കുന്ന സമയത്ത് തൂങ്ങി നിൽക്കുന്നതൊന്നും അല്ലാത്ത നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് വാങ്ങണം. BB318 ഇവിടെ ഉണ്ട് കേട്ടോ. ആ കോഴിയും നല്ല കോഴിയാണ്. ഗ്രാമശ്രീ നല്ല കോഴിയാണ്. പിന്നെ കരിങ്കോഴികളും നല്ലതാട്ടോ. ഒറിജിനൽ നാടൻ കോഴി ഉണ്ടെങ്കിൽ മുട്ടയ്ക്കടയൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വിരിച്ചെടുക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ വേനൽക്കാലത്ത് ഈ പൂതാന്ന് കേട്ടോ ഞങ്ങൾ പറയുന്നത്, അതിൻ്റെ ശല്യം കൂടുതലായിരിക്കും. മുട്ടയ്ക്ക് അടയൊന്നും വെക്കാൻ പറ്റുന്ന സമയമല്ല. ഇവിടുത്തെ കോഴിക്കൂട് കണ്ടോ, കുറച്ച് പൊക്കത്തിലാണ് വെച്ചേക്കുന്ന, കല്ലൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ പട്ടിക്കൊന്നും അങ്ങനെ കാല് കടിക്കാനും ഒന്നും പറ്റത്തില്ല. നമ്മൾ കോഴിക്കൂടൊക്കെ വെക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.